എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ, ചൊവ്വാഴ്ചയിൽ നമ്മൾ എന്തൊക്കെ വ്രതങ്ങൾ പിടിക്കാം, എന്തൊക്കെ ദൈവങ്ങളെ വഴിപാട് ചെയ്യാം, എന്തൊക്കെ പൂജ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ചൊവ്വായ് എന്ന് പറഞ്ഞാൽ മംഗളകാരകൻ അല്ലെങ്കിൽ ഭൂമികാരകൻ എന്നാണ് പേര്. മംഗളകാരകൻ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല വിശേഷ കാര്യങ്ങളും നടത്തി തരുന്നതാണ് നമ്മൾ മംഗളം എന്ന് പറയും. അതേപോലെ ഭൂമികാരകൻ എന്ന് പറയുന്നത് ഭൂമിയെക്കുറിച്ചുള്ള എല്ലാ നല്ലതും നടത്തി തരുന്നതാണ് ഭൂമികാരകൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം നവഗ്രഹങ്ങളിലുള്ള ചൊവ്വായ്ക്ക് ഭയങ്കരമായിട്ട് പവർഫുള്ളും ഭയങ്കര എനർജി ഉള്ള ദിവസം എന്തെന്ന് വെച്ചാൽ ഈ ചൊവ്വാഴ്ചയാണ്. അന്നത്തെ ദിവസം ചൊവ്വയുടെ എനർജി ഭയങ്കര കൂടുതലായിരിക്കും, അതിൻ്റെ പവറും കൂടുതലായിരിക്കും. അന്ന് നമ്മൾ ഈ ചൊവ്വായി ദോഷത്തിൻ്റെ വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് മാറി കിട്ടും. അതുമാത്രമല്ല, ഈ ചൊവ്വായി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തോടും നമ്മളുടെ അകത്ത് ഓടുന്ന ഈ രക്തത്തോടും ഉള്ള ഒരു കണക്റ്റുണ്ട്. എന്നു വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഈ രക്തവും നമ്മളുടെ ശരീരവും ഈ ചൊവ്വയുടെ കൂടെ കണക്റ്റായി വരുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ ബോഡിയിലെ എന്ത് അസുഖം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഈ ചൊവ്വായ് ദിവസത്തിൽ നമ്മൾ വഴിപാട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ദേഹത്തിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. ഈ ചൊവ്വായ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ദൈവത്തിന് വഴിപാട് ചെയ്യാന്ന് പറഞ്ഞാൽ, ചൊവ്വാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെല്ലാവർക്കും ഓർമ്മ വരുന്നത് മുരുകനും ദുർഗയാണ്. മുരുകനെ വഴിപാട് ചെയ്യണം. മുരുകനെ വഴിപാട് ചെയ്താൽ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. ചൊവ്വായ് ദോഷമുള്ളവർ നമ്മൾ പോയിട്ട് നവഗ്രഹത്തിലുള്ള ചൊവ്വായ് വഴിപാട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരെ പോയിട്ട് മുരുക ഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്താൽ മതി. നമ്മളുടെ ചൊവ്വായ് ദോഷത്തെ മാറ്റി നമുക്ക് എല്ലാം നല്ലതാക്കി തരും. കല്യാണം കഴിയാത്തവർ, ചൊവ്വ ദോഷമുള്ളവർക്ക് ചൊവ്വ ദോഷത്തിലുള്ളവരെ കല്യാണം കഴിച്ചാൽ നല്ലതാണ് പറയും. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലതാക്കി തരുന്നത് ഈ മുരുക വഴിപാടാണ്. ചൊവ്വായ ദിവസത്തിൽ നമ്മൾ മംഗളരൂപിണിയാണ് ദുർഗമ്മനെ വഴിപാട് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. ഈ മംഗളരൂപിണി എന്ന് പറയുന്നത് നമ്മൾക്കുള്ള എല്ലാ മംഗളങ്ങളും, അതായത് ആരോഗ്യം, മനനിമ്മതി, സമാധാനം, ഇതെല്ലാം നമുക്ക് തരുന്നത് ആരാ? എല്ലാ ദൈവങ്ങളും തരുന്നുണ്ട്. എന്നായാലും നമുക്ക് ദേവീന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലാണ് അല്ലേ. മുരുകനും ദേവിയും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു കണക്ഷൻ വരും. എന്ത് പറഞ്ഞാലും അമ്മയെ വഴിപാട് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിൽ ഒരു ആത്മതൃപ്തിയും ഒരു സമാധാനവും സന്തോഷവും കിട്ടും. അന്നത്തെ ദിവസം ഈ ചൊവ്വായ ദിവസം രാഹുകാലത്തിൽ നമുക്ക് നാരങ്ങ വിളക്ക് വെച്ച് രാഹുകാല വഴിപാട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും. അതുമാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് ഇപ്പം മരുന്ന് കഴിക്കണം. എന്തെങ്കിലും നമുക്കൊരു അസുഖമുണ്ട്, നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചോ, ആദ്യമായിട്ട് നമുക്കൊരു അസുഖം കണ്ടുപിടിച്ച് നമ്മളത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വെച്ചോ, അന്ന് നമ്മൾ ഒരു 3 ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം. ഞായർ, ചൊവ്വ, വ്യാഴം. അതിൽ ചൊവ്വാഴ്ചയും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചൊവ്വാഴ്ച നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ അസുഖങ്ങളെല്ലാം മാറി കിട്ടും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾക്ക് ഒത്തിരി കടങ്ങൾ എല്ലാം ഇരിക്കുമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഈ ചൊവ്വാഴ്ച നമ്മളുടെ കടൻ അടയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചോ. നമ്മൾ കടൻ അടയ്ക്കാൻ തുടങ്ങുമെങ്കിൽ കുറച്ച് അടച്ച് വരുമ്പോൾ നമ്മളുടെ എല്ലാ കടനും മാറി കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ചൊവ്വാഹോറയിൽ നമ്മൾ കുറച്ച് പൈസ ആയെങ്കിലും നമുക്ക് ഒരു 1 ലക്ഷം രൂപ കടം ഉണ്ടെന്ന് വെച്ചോ, നമ്മളെ കൊണ്ട് 100 രൂപ അടയ്ക്കാൻ പറ്റുമെങ്കിൽ 100 രൂപ. അന്നത്തെ ഒരു 1 to 2 മണി ചൊവ്വാഹോറ ഉണ്ട്. രാവിലെ 6 to 7 മണി വരെ ചൊവ്വാഹോറുണ്ട്. ആ സമയം നമ്മൾ ആ കയ്യിൽ കിട്ടുന്ന പൈസയും 100 രൂപയോ 1000 രൂപയോ നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കുവാങ്കിൽ, കടനക്ക് വേണ്ടി മാറ്റി വയ്ക്കുവാങ്കിൽ നമ്മളുടെ കടൻ പടിപ്പടിയായിട്ട് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ചൊവ്വാഴ്ചയിൽ നമ്മൾ എങ്ങനെയാണ് വ്രതം ഇരിക്കുന്നത്? പല വ്രതമുണ്ട്. എന്തായാലും ഈ ചൊവ്വാഴ്ചയിൽ മൗനവ്രതം ഭയങ്കര വിശേഷമായിട്ടാണ് പറയുന്നത്. മുരുകനക്ക് വേണ്ടി നമ്മൾ മൗനവ്രതം എടുക്കുമ്പോൾ ഏറ്റവും നല്ലതാണ്. എന്തിനറിയാവോ, നമ്മൾ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞ് മനസ്സിൽ തോന്നുന്നതെല്ലാം നമ്മൾ പുറത്ത് പറയുന്ന വെച്ചോ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? അത് അങ്ങനെയല്ല. നമ്മൾ ഏത് നല്ലതാണ് ഏത് മോശമാണെന്ന് ആലോചിച്ച് ചിന്തിച്ച് സംസാരിക്കുമ്പോഴാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ ഒന്നും പറയാതെ മിണ്ടാതെ മൗനമായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ മൗനമായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിന് സംസാരിച്ചിട്ട് അന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യാതെ അമേദിയായിട്ട് സൈലൻ്റായിട്ട് നമുക്ക് ഇരിക്കുവാണെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. പിന്നെ പട്ടിണി വിരതം എന്ന് പറയാം. എന്ന് വെച്ചാൽ
അങ്ങനെ നമ്മൾ ഒന്നും കഴിക്കാതെ വ്രതം പിടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അന്ന് വെജ് മാത്രം കഴിച്ചിട്ട് മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ പേരിൽ അർച്ചനയോ പൂജയോ വഴിപാടോ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഇരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറും. അതിൻ്റെ ഫലം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഭൂമി സംബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമുക്ക് മാറി കിട്ടും. ഇപ്പോൾ വീട് വെക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും നമുക്ക് സ്വന്തം വീട് വേണമെന്നുണ്ടല്ലോ, ആ വീട് വെക്കാനുള്ള പ്രശ്നം മാറി കിട്ടും. പിന്നെ നമ്മൾ ഭൂമിയിലുള്ള എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറി കിട്ടും. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫലമുണ്ട്. അതുമാത്രമല്ല, നമ്മൾക്ക് കല്യാണ ദോഷം ഉണ്ടെങ്കിൽ അതും കൂടി മാറി കിട്ടും. അന്ന് നമ്മൾ മുരുകനെയും അമ്പാളെയും വഴിപാട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ വീട് കെട്ടിയിട്ട് പകുതി കെട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് കാശില്ലാതിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ആ വീട് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്നവർ ഈ മുരുകൻ്റെ ചൊവ്വാഴ്ച മുരുക ഭഗവാനക്ക് പോയിട്ട് നമ്മൾ വഴിപാട് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ആ വീട് ഫുള്ളായിട്ട് കെട്ടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചൊവ്വാഴ്ചയിൽ നമ്മൾ വ്രതം പിടിച്ച് മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ദോഷങ്ങളും ദ്രുതങ്ങളും എല്ലാം മാറിക്കിട്ടും. അതേപോലെ തന്നെ ദുർഗയമ്മനെയും വഴിപാട് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നല്ല നല്ല വഴിപാടുകൾ ചെയ്ത് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ചൊവ്വായുടെ ഒരു ദശാകാലം നടക്കുന്നവർക്ക് ഭയങ്കര ധൈര്യമുണ്ടാവും. ഭയങ്കര ധൈര്യം, വീരം, അങ്ങനെ അവർക്ക് ഭയങ്കര പവർഫുള്ളായിട്ടായിരിക്കും കേട്ടോ. അവർക്ക് എന്നും ആയാലും അവർ ബോൾഡായിട്ട് ബ്രേവായിട്ട് അവർ എന്ത് കാര്യങ്ങളും ഫേസ് ചെയ്യും. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് നമുക്കൊരു നല്ല കാര്യം തന്നെ. ചൊവ്വാണ് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും എന്തോ കണക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ചൊവ്വ ചൊവ്വയുടെ അധിപതി മുരുക ഭഗവാനാണ്. അപ്പോൾ നമ്മൾ മുരുകനെ വഴിപാട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.